Watch India's largest kids library only on Jio Hotstar. Download the app now. Hello everybody. ഇന്ന് ഞങ്ങളുടെ പുതിയ പ്രോഡക്റ്റ് ഫുർഫുറി നഗർ ജ്യൂസ് ലോഞ്ച് ചെയ്യുകയാണ്. ലോഞ്ചിന്റെ കൂടെ തന്നെ പ്രൊമോഷണൽ മാരത്തോണും ഉണ്ടാവും. ഈ പ്രാവശ്യം ആരാണോ ഞങ്ങളുടെ പ്രോഡക്റ്റിന്റെ പ്രൊമോഷണൽ ഡ്രസ് ഇട്ടിട്ട് ഇവിടം തൊട്ട് ഫുർഫുറി നഗർ വരെ ഓടിയെത്തുക, അയാൾക്ക് 5 ലക്ഷം രൂപ കിട്ടുന്നതായിരിക്കും. ഇവിടുന്ന് ഫുർഫുറി നഗർ വരയ്ക്കോ? എനിക്ക് പറ്റില്ലെന്ന്, കൊറേ ദൂരം ഉണ്ടല്ലോ. ഞങ്ങൾ പോവാം, ഞങ്ങൾ തീർച്ചയായും പോവാം. എന്താ പത്തിലു, പൊയ്ക്കൂടെ നമുക്ക്? 5 ലക്ഷം ജയിച്ചതിന് ശേഷം നമുക്കത് ഫുർഫുറി നഗരത്തിലെ ചാരിറ്റി ഫണ്ടിൽ അത് ഡൊണേറ്റ് ചെയ്യാലോ. ഐഡിയ ഒക്കെ വളരെ നന്നായിട്ടുണ്ട് മോട്ടു. പക്ഷെ ഇത്രയും ദൂരം ഓടാനുള്ള ധൈര്യം എന്റെ ഉള്ളിൽ ഇപ്പൊ ഇല്ല മോട്ടു. അതെ, പരിശ്രമിക്കുന്നവർക്ക് ഒരിക്കലും പരാജയം ഉണ്ടാവില്ല പത്തിലു. താങ്ക് യു ചിങ്കം സാർ, ഞങ്ങളെ കൊണ്ട് പറ്റുമല്ലോ അല്ലേ? എന്റെ അമ്മോ, ഇല്ല, എനിക്ക് ജീപ്പിലോ അല്ലെങ്കിൽ ബൈക്കിലോ മാത്രമേ യാത്ര ചെയ്യാൻ കഴിയൂ. താനൊരു കാര്യം ചെയ്യ്, വേണമെങ്കിൽ ഡോക്ടർ ജഡ്കാലിയും കശിരാറാമിന്റെ കുട്ടിക്കൊണ്ട് പോയിക്കോളൂ. എന്നെ കൊണ്ട് കഴിയില്ല, എനിക്ക് ഓടാൻ പറ്റില്ല, ഞാൻ പോകുന്നില്ല, എന്നെ കൊണ്ട്. എന്നാ പിന്നെ കാര്യങ്ങൾ ഓക്കെയാണ്. മോട്ടു പത്തിലു മാത്രം ഓടും. എന്നിട്ട് ഈ 5 ലക്ഷം രൂപയുടെ ജേതാവ് ഇവർ രണ്ടുപേരും മാത്രമായിരിക്കും. ഇതിനകത്ത് ഒരു നിബന്ധന മാത്രമേ ഉള്ളൂ, അതായത് റേസ് കംപ്ലീറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. പിന്നെ ഒരു വണ്ടിയിലും ലിഫ്റ്റിന്റെ സഹായം തേടാൻ പാടില്ല. സമ്മതമാണ്, സമ്മതമാണ്. എന്താ പത്തിലു? ഇത്രയും പറഞ്ഞു സമ്മതിച്ച സ്ഥിതിക്ക് നമുക്ക് പോവാം. എനിക്കും സമ്മതമാണ്. ജോണാകാൻ പോകുന്നു ഡോൺ, ജോണാകാൻ പോകുന്നു ഡോൺ. മോട്ടു പത്തിലു 5 ലക്ഷം ജയിക്കും. അത് കണ്ട് ഞാൻ എന്താ വെറുതെ ഇരിക്കുമെന്ന് വിചാരിച്ചോ? എന്റെ ഈ ചെകുത്താൻ ബുദ്ധിയിൽ അമേസിംഗ് ആയിട്ടുള്ള സൂപ്പർ ആയിട്ടുള്ള ഐഡിയ ഒക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവരെ ഫുർഫുറി നഗരം വരയ്ക്കും ഞാൻ ഒരിക്കലും പോകാൻ വിടില്ല. ചേട്ടാ, എന്റെ ചങ്ക, എന്റെ ബ്രോ, ഇതാ കണ്ടില്ലേ എന്റെ പുതിയ കണ്ടുപിടുത്തം, ഡ്രോൺ ക്യാമറ. ഇത് നമുക്ക് ഫുൾ റേസിന്റെയും കവറേജ് വീഡിയോ കാണിക്കും. അതെ, ഈ വീഡിയോ നമുക്ക് അതാ മോണിറ്ററിൽ കാണാൻ കഴിയൂ. ഡ്രോൺ ഇപ്പൊ പുറപ്പെട്ടു, അതാ സ്ക്രീനിൽ വീഡിയോ കാണുന്ന കണ്ടില്ലേ? ജോണാകാൻ പോകുന്നു ഡോൺ, ജോണാകാൻ പോകുന്നു ഡോൺ. മിസൈൽ ഇപ്പൊ ഞാൻ വിട്ടു കഴിഞ്ഞാൽ മോട്ടു പത്ലു ഈ ലോകം വിട്ട് തന്നെ പോയി കളയും. എങ്ങനെയുണ്ട് എന്റെ ഐഡിയ? കവിത വളരെ നന്നായിരുന്നു ബോസ്. അതൊക്കെ നമുക്ക് പിന്നെ നോക്കാം. മോട്ടു പത്ലുവിനെ നോക്കി ടാർഗറ്റ് ഫിക്സ് ചെയ്യടാ, വേഗം. മോട്ടു, നിനക്ക് വല്ല പ്രത്യേകതര ശബ്ദവും കേൾക്കുന്നുണ്ടോ? അതെ മോട്ടോ, ഓടിക്കോ, നമ്മളെ കൊല്ലാൻ മിസൈൽ വരുന്നുണ്ട്, വേഗം ഓട്. ചേട്ടാ, എന്റെ ചങ്ക, എന്റെ ബ്രോ, ഇത് ചീറ്റിംഗ് ആണ്. ആരോ പറ്റിക്കുന്നുണ്ട് നമ്മളെ. അവർ രണ്ടുപേരെയും നോക്കി എന്തിനാ മിസൈൽ പോകുന്നത്? ഡോക്ടർ ജഡ്ക, വൈ ഫിയർ വെൻ മോട്ടു പത്ലു ഈസ് ദേർ. അവർ ഇതിനും വലിയ പ്രശ്നങ്ങളൊക്കെ തീർത്തിട്ടുണ്ട്. ഇതൊക്കെ അവർക്ക് ഒന്നുമല്ല. രക്ഷിക്കണേ. ജോണാകാൻ പോകുന്നു ഡോൺ, ജോണാകാൻ പോകുന്നു ഡോൺ. ഇതാരടാ ശരിക്കത്തെ കളി, മനസ്സിലായോ? അതെ പത്തിലു, ഈ മിസൈൽ എവിടുന്ന് വന്നത്? എന്തെങ്കിലും ചെയ്യൂ. വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ? ഐഡിയ, മോട്ടു ചാടിക്കോ, ഞങ്ങളെ രക്ഷിക്കൂ. പത്തിലു, നമ്മൾ സ്പേസിൽ എത്തിയെന്ന് തോന്നുന്നത്. ഇനി എങ്ങനെയാ തിരിച്ചു പോവാ? ഒരു വഴിയുണ്ട്. മോട്ടു, ഇതിനെല്ലാം കാരണം ജോൺ ആണ്. അവനത് അവിടെ നിൽക്കുന്നുണ്ട്, കണ്ടില്ലേ? മിസൈലിനെ യൂ ടേൺ അടുപ്പിക്കേ. ജോൺ, ഞങ്ങൾ ആരുടെയും സാധനം ഒരിക്കലും ഞങ്ങളുടെ കയ്യിൽ വെക്കാറില്ല. വേണ്ട വേണ്ട, ഞങ്ങളെ രക്ഷിക്ക്, ഞങ്ങൾ തന്നെ ഇതിൽ കുടുങ്ങിയല്ലോ. നമ്പർ 1, നമ്പർ 2, അവർ ഈ മലയുടെ താഴെ വരുമ്പോൾ ഞാൻ കറക്റ്റായി നിങ്ങൾക്ക് സിഗ്നൽ തരാം. അപ്പോൾ നിങ്ങൾ ഈ കല്ല് താഴേക്ക് ഉരുട്ടി വിടണം, മനസ്സിലായോ?
മോട്ടു മുകളിൽ നിന്നും വലിയൊരു പാറക്കൽ ഉരുണ്ട് വരുന്നുണ്ട്. പത്തലു ഓടിക്കോ ഓടിക്കോ, ഇവിടെ നിൽക്കരുത്. മോട്ടു എനിക്ക് ഇവിടുന്ന് നീങ്ങാൻ പറ്റുന്നില്ല. മോട്ടു സമൂസ കഴിച്ചിട്ട് എന്തെങ്കിലും ചെയ്യാൻ നോക്ക്. ആ, മോട്ടു. ആ, അടിപൊളി മോട്ടു. നമ്മളെ ചെയ്തത് നമുക്ക് തന്നെ തിരിച്ചു വന്നടാ. ഓ മോട്ടു, നന്ദിയുണ്ട്. ചങ്കി എന്റെ ബ്രോ, സബാഷ്, അടിപൊളി. ഇങ്ങനെ വിട്ട മോട്ടു പത്ലു വേഗം ഫുർഫുറി നഗറിലേക്ക് പോകും. ഇങ്ങനെ വെറുതെ വിടാൻ പാടില്ല. അവരെ ഈ റേസ് ജയിക്കാൻ ഞാൻ ഒരിക്കലും വിടില്ല. വേഗം ആ ഡ്രസ് എടുക്കടാ, നമുക്കൊക്കെ ടൈഗറായിട്ട് മാറാം. പത്തലു, നമ്മൾ ഫുർഫുറി നഗരം എത്താറായെന്നാ തോന്നുന്നത്. ആ ജോൺ ഓടിപ്പോയെന്നാ തോന്നുന്നത്. ജോൺ ഓടി ഒളിച്ചു. പക്ഷേ ഈ ടൈഗർ എവിടുന്നാ വന്നത്? ഇതെന്താ അത്? ടൈഗറിന്റെ കാലിൽ മനുഷ്യരിടുന്ന ഷൂസോ? എന്തായിരിക്കും ഇത്? അപ്പൊ ഇതായിരുന്നു കാര്യല്ലേ? മോട്ടു, ഇത് ടൈഗർ ഒന്നും അല്ല. ഇത് ജോണും നമ്പർ 1 നമ്പർ 2 ആണ്. നമ്മളെ പേടിപ്പിച്ച് നിർത്തി വെക്കാൻ വേണ്ടി ഇവർ ഈ വേഷം കെട്ടി വന്നിരിക്കുകയാണ്. എങ്കിൽ വേറെ എന്തെങ്കിലും വേഗം ചെയ്യൂ പത്തലു. വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ നിനക്ക്? ഐഡിയ നോക്കു മോട്ടു, പേടിച്ചു പോയതുപോലെ ആക്ടിങ് ചെയ്തുകൊണ്ടേയിരിക്കെ. അവൻ ആ വേഷത്തിനകത്ത് നിന്നും ഒരിക്കലും നേരെ കാണാൻ പറ്റില്ല. അതുകൊണ്ട് അവനെ വെറുതെ വട്ടം കറക്കിപ്പിച്ച് അവന്റെ സെൻസ് ഓഫ് ഡയറക്ഷൻ ഇല്ലാതാക്ക്. അങ്ങനെയാവുമ്പോ നമുക്ക് അതിന്റെ മേലിൽ കയറിയിരുന്ന് തന്നെ ഫുർഫുരി നഗർ വരെ എത്താൻ പറ്റും. പക്ഷെ കുറച്ച് ആക്ടിങ് ചെയ്യണമെന്നേ ഉള്ളൂ. റെഡിയല്ലേ? ഞാൻ എന്റെ ആൾക്കാർ ഇപ്പൊ തന്നെ അയച്ചിട്ട് മാരത്തൺ നിർത്തിപ്പിച്ചേക്കാം. മാരത്തൺ കൊണ്ട് ആരുടെ ജീവൻ ഞങ്ങൾ എടുക്കാൻ താല്പര്യമില്ല. ചേട്ടാ, എന്റെ ചങ്ക എന്റെ ബ്രോ, മാരത്തൺ ഒരിക്കലും നിർത്താൻ പറയല്ലേ. ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. മോട്ടു പത്ലു ഇതിൽ ജയിക്കുന്ന പൈസയൊക്കെ ഫുർഫുറി നഗറിന്റെ ചാരിറ്റി ടെസ്റ്റിലേക്ക് കൊടുക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇത് നിങ്ങൾ നിർത്തിയാൽ അവരുടെ സ്വപ്നങ്ങളൊക്കെ തകരില്ലേ? അതെ, ഡോക്ടർ ജട്ക പറഞ്ഞത് വളരെ ശരിയാണ്. എന്റെ 20 കൊല്ലത്തെ അനുഭവത്തിൽ മോട്ടു പത്ലുയെ കൊണ്ട് തീർക്കാത്ത പ്രശ്നങ്ങൾ ഇതുവരെ ഉണ്ടായിട്ടേ ഇല്ലാട്ടാ. ഇപ്പോഴത്തെ പ്രശ്നം അവർ അടിച്ച് തവിട് പൊടിയാക്കുന്നേ. ടൈഗർ വന്നു, ടൈഗർ വന്നു, ഞങ്ങളെ രക്ഷിക്ക്. എന്റെ അമ്മ, ഓടിക്കോ. ടൈഗർ ടൈഗർ ടൈഗർ, എന്റെ അമ്മ രക്ഷിക്കണേ. വിട്ടോ ടൈഗറേ. മോട്ടു, ഈ ടൈഗർ നമ്മളെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കാണ് കൊണ്ടുപോകുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ മാരത്തോൺ എങ്ങനെ ജയിക്കും? നമ്മളിപ്പോ ഫുർഫുരി നഗറിൽ നിന്ന് വളരെ ദൂരെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ വിചാരിച്ച പോലെ തന്നെ എല്ലാ കാര്യങ്ങളും നടക്കുന്നുണ്ട്. നമ്പർ 1 നമ്പർ 2 വേഗമായിട്ട് ഓടടാ. മോട്ടു പത്ലു ഈ റേസിൽ ഉറപ്പായിട്ടും ജയിക്കാൻ പാടില്ലടാ. വേഗം വേഗം. മോട്ടു, മുന്നിൽ ഒരു വലിയ മലയുണ്ട്. ആ വഴിയിലേക്ക് പോയാൽ നമ്മൾ കൊക്കയിലേക്ക് വീഴും. ഈ ടൈഗറിന് ഷോർട്ട് കട്ട് അറിയായിരുന്നു. ഈ സൗകര്യമായിരുന്നേ. മലയുടെ മുകളിൽ കേറ്, മുകളിൽ കേറ്. മേലെ കയറിയിട്ട് ഇവര് മേലെ നിന്ന് താഴെ വീഴണം. വേഗം. മോട്ടു പത്ലു എങ്ങോട്ടാടാ പോയത്? വേഗം അവനെ പിടിക്ക്. ബോസ്, അവൻ നമ്മളെ പറ്റിച്ചു കളഞ്ഞു ബോസ്. നമ്മൾ അവന്മാരെ ഫുർഫുരി നഗറിലേക്ക് കൊണ്ടുവന്നു. നോക്കിയേ. കലക്കി. കലക്കി. ചങ്ക എന്റെ ബ്രോ,
നിങ്ങൾ വിജയിച്ചിരിക്കുന്നു. മോട്ടു പത്ലു വളരെ ധീരതയോടെ ഈ മാരത്തൺ റേസ് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു. ഇന്നാ പിടിച്ചോളൂ നിങ്ങളുടെ സമ്മാനം. മേയർ സാറേ, താങ്ക് യു വെരി മച്ച്. പിന്നെ പ്രിൻസിപ്പൽ സാറേ, ഈ പണം മുഴുവൻ നിങ്ങൾ ഫുർഫുറി നഗരത്തിലെ ട്രസ്റ്റിൽ ഇട്ടാൽ മതി. പാവപ്പെട്ട ജനങ്ങൾക്കൊക്കെ ഇല്ല. മോട്ടുപത്തില് വീണ്ടും ഹീറോ ആയല്ലോ. എന്റെ എല്ലാ പ്ലാനും എന്താ ഇങ്ങനെ വീണ്ടും വീണ്ടും ഫ്ലോപ്പ് ആവുന്നത്? കരയുന്നത് നിർത്തും ബോസ്. മോട്ടു പത്ലു റിയൽ ഹീറോസ് ആണ്. അവരുടെ മുമ്പില് നിങ്ങൾക്ക് ഒരിക്കലും ജയിക്കാൻ പറ്റില്ല ബോസ്. Watch India's largest kids library only on Geo Hotstar. Download the app now.